ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപരമ്പരാഭ്യാം. ശങ്കരാചാര്യനെ കേൾക്കാലോ അല്ലെ? കഴിഞ്ഞ തവണ 2 ക്ലാസ് മുടങ്ങി. ഇവിടെ വല്ലാത്ത കാറ്റും മഴയും കറണ്ടില്ലായ്മയൊക്കെ ആയിരുന്നു. ഏത് മന്ത്രം വരെയാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പഠിതാക്കൾക്ക് ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, ഇതുവരെ പഠിച്ചു അല്ലെ ഇതുവരെ എടുത്തു, ഓർമ്മയുണ്ടോ? ക്ലാസ് ആവുമ്പോ അങ്ങനെ ചോദിക്കണല്ലോ, ഒരു അധ്യാപകൻ അങ്ങനെ ചോദിക്കണല്ലോ. 6ാമത്തെ ശ്ലോകം വരെ എടുത്തു. എത്ര? 6ാമത്തെ. വദനസ്മര മാംഗല്യ ഗ്രഹതോരണ ചില്ലിക, ആ ശ്ലോകം. പുരികക്കൊടിയെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞില്ലേ? ഇല്ല, 7ാമത്തെ തുടങ്ങിയപ്പോ നിർത്തി. പുരികക്കൊടിയെ പറ്റി പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. വക്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന പറഞ്ഞല്ലോ. അത് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം തൊട്ട് എടുക്കണം. 7ാമത്തെ ശ്ലോകം തൊട്ട് എടുക്കണം അല്ലേ? അതെ അതെ. 19 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ് 7ാമത്തെ ശ്ലോകത്തിലുള്ളത്. 18 മന്ത്രങ്ങൾ വരെ കഴിഞ്ഞു നമ്മള്. അപ്പൊ അത് ഒന്ന് ചൊല്ലാം. ഞാൻ ആദ്യം അന്ന് ചൊല്ലിയിരുന്നു 7ാമത്തെ ശ്ലോകം. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരിനാസാഭരണ ഭാസുര. എല്ലാവർക്കും അറിയുന്നതാണ്, സഹസ്രനാമം അറിയാത്തവരില്ല. എങ്കിലും അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോ, പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ആദ്യത്തെ കുറെ ഭാഗങ്ങള് ശരിക്ക് ബൈഹാർട്ട് അർത്ഥമറിഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചാല്, വളരെ സ്ലോ ആയിട്ട് അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് അതിന്റെ അർത്ഥം ഓർത്തു കഴിഞ്ഞാൽ അമ്മയുടെ, ഞാൻ പറഞ്ഞിരുന്നു, അമ്മയുടെ കേശാദിപാദം ശരിക്ക് ധ്യാനിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണ്. ഒരിടം പോലും വിട്ടുപോകാതെയാണ് വശന്യാദി വാഗ്ദേവതമാർ അമ്മയുടെ സ്ഥൂല രൂപത്തെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതില് 6ാമത്തെ ശ്ലോകത്തില് വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന, മുഖമാകുന്ന ആ ലക്ഷ്മി പരീവാഹത്തിൽ, ഐശ്വര്യ തടാകത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ചലത്തുക്കളായുള്ള 2 മത്സ്യങ്ങളാണോ എന്ന് തോന്നും അമ്മയുടെ 2 കണ്ണുകൾ കണ്ടാൽ. അല്ലെ, കണ്ണുകൾക്ക് ഒരിക്കലും വിശ്രമമില്ല. നമ്മളൊക്കെ തന്നെയാണെങ്കിലും സാധാരണ കണ്ണ് നമുക്ക് ഓർമ്മയില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും കണ്ണ് ഇങ്ങനെ പെട്ടെന്ന് ചിമ്മിക്കൊണ്ടിരിക്കും. പക്ഷെ ആരെങ്കിലും ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തനിക്ക് പറ്റിയ തൻ്റെതായ തന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊരു ചിന്ത ഒരു വ്യക്തിക്ക് വന്നാല് പിന്നെ കണ്ണടക്കലല്ല, കണ്ണ് തുറന്നിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സാഗൂതം അറിയാനുള്ള ആഗ്രഹം കൊണ്ട്, കാണാനുള്ള ആഗ്രഹം കൊണ്ട് നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മാറാറുണ്ട്. ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ജഗദംബയായിട്ടുള്ള പരമഭട്ടാരികയായ ത്രിഭുവനേശ്വരിയായിട്ടുള്ള അമ്മ ഈ അണ്ടകടാഹങ്ങളിൽ നിന്ന് മുഴുവനുള്ള തന്റെ മക്കള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നിങ്ങനെ ജപിക്കുമ്പോ അമ്മയുടെ മക്കളാണ്. ഈ കോടാനുകോടി മക്കളെ മുഴുവനും കാണാനുള്ള ആർത്തിയോടെ അതിസുന്ദരമായിട്ടുള്ള ആ മുഖത്തില്
ആ തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന രണ്ട് കണ്ണുകള് മീനാക്ഷി എന്ന് പറയാറുണ്ട്. കണ്ണിന് കവികൾ ഉപമിക്കാറുള്ളത് മത്സ്യത്തോടാണ്. മത്സ്യത്തിന് ഏകദേശമല്ല, മത്സ്യത്തിന്റെ അതേ ആകൃതിയാണ്. ശരിക്ക് കണ്ണെഴുതി വാലിട്ട് വേണ്ടവണ്ണം ആക്കിയാൽ ഒരു മത്സ്യാകൃതിയാണ്. ഇങ്ങനെ രണ്ട് മത്സ്യങ്ങൾ, ഇരട്ട മത്സ്യങ്ങൾ. അതിന് വേറെയും ചില ആധ്യാത്മികമായിട്ടുള്ള ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് പോകാം. അതെല്ലാം തൽക്കാലം നമുക്ക് അതിന്റെ സാധാരണ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് അവരവർക്ക് തോന്നട്ടെ. ഇരട്ട മത്സ്യത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള രണ്ട് കണ്ണുകള് ആരെ നോക്കുന്നു എന്ന് ചോദിച്ചാൽ തന്റെ മക്കളെ കാണാനുള്ള ആർത്തിയോടെ സ്വന്തം പെറ്റമ്മ നോക്കുന്നത് പോലെ നോക്കിയാൽ ഇത്രയും മനോഹരിയായിട്ടുള്ള അമ്മയുടെ ആ തിളങ്ങുന്ന കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മക്കളെ കാണാനോ അല്ലെങ്കിൽ മക്കളുടെ വിശേഷം അറിയാനായിട്ട് സാഗൂതം നോക്കുന്നത് കണ്ടാൽ പശിന്യാദി വാഗ്ദേവതമാര് പറയുന്നു, ഐശ്വര്യ സമുദ്രമാണ് അമ്മയുടെ മുഖം. അത്ര ഐശ്വര്യമാണ്. ലക്ഷ്മി പരീവാഹമാണ്. ആ ലക്ഷ്മി പരീവാഹത്തിൽ, ആ തടാകത്തിൽ അല്ലെങ്കിൽ നദിയില് ചലത്തുക്കളായ ചലന്മീന ആഭലോചന, ചലത്തുക്കളായിട്ടുള്ള മത്സ്യങ്ങളുടെ ശോഭയോട് കൂടിയ കണ്ണുകൾ അമ്മയുടെ കണ്ണിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ സമുദ്രത്തിൽ തത്തിക്കളിക്കാന്ന് വെച്ചാൽ അമ്മ ഒരു സ്ഥലത്ത് വെറുതെ അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കലോ, അല്ലെ, പുറത്തേക്ക് നോക്കിയിട്ട് ധ്യാനിക്കലോ, ഒന്നും കണ്ണടച്ചിരിക്കലോ ഒന്നുമല്ല. മക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഒന്നാമത് തന്നെ ചലനമുള്ളതാണ് കണ്ണ്, എപ്പോഴും ചലത്തുക്കളാണ്. അതിങ്ങനെ വളരെ കാര്യമായിട്ട്, അല്ലെ, സമുദ്രത്തിലെ മത്സ്യങ്ങള് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ. ആകാശത്ത് പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന്, എങ്ങോട്ടാ ഗതി എന്താ നമുക്കറിയില്ല. അതുപോലെ അമ്മയുടെ കണ്ണുകൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യ, അല്ലെ. ആകാശേ പക്ഷിജാതീനാം ജലേഷു ജലചാരിണാം യഥാ ഗതിർന ദൃശ്യതേ. എപ്രകാരമാണോ ആകാശത്തിൽ പക്ഷികൾക്ക് കിഴക്കോട്ടാണോ വടക്കോട്ടാണോ ഇന്ന ദിക്കിലേക്കാണോ ഇന്ന സ്ഥലത്തേക്കാണോ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വെള്ളത്തിലെ മത്സ്യങ്ങള് ഇങ്ങനെ തുടിച്ച് നടക്കുക. എങ്ങനെയൊക്കെയോ എങ്ങോട്ടൊക്കെയോ പോവുക. ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഉണ്ടാവാം. എപ്രകാരമാണോ അവരുടെ ഗതിയെ നമുക്ക് ദർശിക്കാൻ സാധിക്കാത്തത്. തഥാവൃത്തം മഹാത്മനാം എന്ന സുഭാഷിതൻ. അപ്രകാരമാണ് സദ്ഗുരുക്കന്മാരുടെ ജീവിതം. അവരുടെ വഴി ഗതി എങ്ങോട്ടാണ്, എന്താണ്, എപ്രകാരമാണെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നത് സുഭാഷിതം ഉള്ളതുപോലെ അത്രയ്ക്കും ചലത്താണ്. എന്താണ് അമ്മ, എന്താണ് ഉദ്ദേശിക്കണേ, ആരെയാണ് നോക്കുന്നത് പറയാൻ പറ്റാതെ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വശന്യാദി വാഗ്ദേവതമാർക്ക് തോന്നുകയാണ് ഐശ്വര്യ മഹാസമുദ്രത്തിൽ തുടിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണോ, പ്രകാശമാനമായ സ്വർണ്ണ മത്സ്യങ്ങളാണോ, അല്ലെങ്കിൽ അതിശോഭയുള്ള മത്സ്യങ്ങളാണോ എന്ന് തോന്നുമാറുള്ള രണ്ട് കണ്ണുകൾ. അപ്പൊ എപ്പോഴും നമ്മ കണ്ണിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മലയാളത്തിൽ സാധാരണയിൽ പറഞ്ഞാൽ. അപ്പൊ അമ്മയുടെ പുരികക്കൊടികൾ കഴിഞ്ഞു കാമദേവന്റെ മംഗളഗ്രഹത്തിലേക്ക് കയറുവാനുള്ള സമാനമാണോ എന്ന് തോന്നുന്ന രീതിയിൽ പുരികങ്ങളെയും, ഒപ്പം ഈ ഐശ്വര്യ മഹാസമുദ്രത്തിൽ നീന്തിക്കളിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണോ എന്ന് തോന്നുമാറുള്ള അമ്മയുടെ കണ്ണുകൾ. അപ്പൊ എത്ര രസമായിരിക്കും അത് കാണാൻ അമ്മയുടെ കണ്ണ്. അങ്ങനെ 18 വരെ മന്ത്രം കഴിഞ്ഞ് 19ാമത്തെ മന്ത്രം മുതൽ 19ഉം 20ഉം രണ്ട് മന്ത്രങ്ങൾ ചേർന്ന 7ാമത്തെ ശ്ലോകമാണ്. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. വിരാജിത, വിരാജിത വിരാജിക്കുക, വിളങ്ങുക, ശോഭിക്കുക. വിശേഷേണ രാജത്തെ വിരാജത്തെ. അപ്പോ ഒരു സാത്വികമൊന്നുമല്ല, താമസമല്ല, അത്രയും രജോ ഗുണം അത്രയും ഭംഗിയാണ്, അത്രയും ഉജ്ജ്വലമാണ്. എന്താണ്, എന്തോ വിരാജിക്കുന്നുണ്ട് എന്നാണ് അമ്മയുടെ കണ്ണ് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത് നമ്മൾ ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ, അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ കണ്ണ് കണ്ടു. അത് കഴിഞ്ഞാൽ താഴോട്ട് ധ്യാനിക്കണമെങ്കിൽ കൃത്യമായിട്ട് കേശാദിപാദാന്തം ധ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്തതാണ് ആ രണ്ട് പുരികങ്ങളുടെയും കണ്ണുകളുടെയും ഇടയിലൂടെ താഴോട്ട് വന്നിട്ടുള്ള മൂക്ക്. ഒരു ശരീരത്തില് ഏറ്റവും അതിന്റെ സൗന്ദര്യം നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ആദ്യം നമ്മൾ മുഖത്താണ് നോക്കുക. നല്ല ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ഒരു ശരീരം, അല്ലെങ്കിൽ അതിസുന്ദരമായ ശരീരത്തിന് മുഖം കോങ്ങണ്ണും മൂക്ക് വല്ലാത്ത രീതിയിലും പല്ലുകളൊക്കെ പോയിട്ടും ചുക്കി ചുളിഞ്ഞൊക്കെ ആണെങ്കിൽ സൗന്ദര്യമേ ഇല്ല എന്ന് പറയും, ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും. അപ്പൊ സൗന്ദര്യം, അതായത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയാം. ആ മനസ്സിന്റെ ശുദ്ധത, സൗന്ദര്യമൊക്കെ മുഖത്താണ് കാണുന്നത്.
എല്ലാ രസങ്ങളും, നവരസങ്ങളെല്ലാം മുഖത്താണ് വിരിയ, അത് മനസ്സിനാണ്. ഇവിടെ കണ്ണും പുരികവും കണ്ണും കഴിഞ്ഞ് ആ മൂക്കിനെ കുറിച്ച് പറഞ്ഞു. നാസാദണ്ഡം, മൂക്കിന്റെ ഈ പാലം, ഈ വടി ദണ്ഡമാണ്, ഒരു വടി പോലെ എന്നാണ് പറയുന്നത്. നാസാദണ്ഡം എന്ന് വെച്ചാൽ മൂക്ക് എന്നർത്ഥം. മൂക്കിന് 2 തുളയുണ്ടെന്നൊക്കെ നമുക്കറിയാം. ആ മൂക്കിനെ കുറിച്ച് പറയാണ്. മൂക്കിനെ കുറിച്ചൊക്കെ ശരിക്ക് അംഗലക്ഷണ തിലകത്തിലൊക്കെ അതൊക്കെ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണോ അതൊക്കെ ചോദിച്ചാൽ പഠിക്കേണ്ടതാണ്. ഇവിടെ പറയണു വിരാജിത, ദണ്ഡവിരാജിത, നാസാദണ്ഡ വിരാജിത, മൂക്കുകളെ കൊണ്ട് വിരാജിക്കുന്നവളാണ്. ആ മൂക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. എന്താണ്? ആഭ നാസാദണ്ഡ വിരാജിത, പ്രകാശമാനമായ മൂക്കിനോടുകൂടി വിരാജിക്കുന്നവൾ. അപ്പൊ എന്ത് പ്രകാശാണ്? പുഷ്പാഭനാസാദണ്ഡ വിരാജിത, ഒരു പുഷ്പത്തിന്റെ ശോഭയാണ്. അപ്പൊ എന്ത് പുഷ്പാന്നാണ്? എത്രയോ പുഷ്പങ്ങളുണ്ടല്ലേ. അവിടെ പറയുന്നു ചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. ചമ്പകപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എത്ര വാസനയാണ് ആ പൂവ്. ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ, ഫ്രഷ് ആയിട്ടുള്ള പൂ കണ്ടാൽ ആ മൂക്കിന്റെ പാലം പോലെ അത്, ആ ആകൃതി അത്ര മനോഹരാണ്. അത് കാണാത്തവര് നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഇങ്ങനെ വാടിപ്പോയതൊന്നുമല്ല, പുതിയതായിട്ടുള്ള ചമ്പകപ്പൂ എടുത്ത് നോക്കിയാൽ അറിയാം. അതേപോലെ വടിവത്ത മൂക്കാണ്. അതുകൊണ്ടാണ് ചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടിയിട്ട് പറയുന്നു. എന്താണ്? നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത, പുതിയ ചമ്പകപ്പൂവിന്റെ ശോഭയോട് കൂടിയിട്ടുള്ള നവചമ്പക പുഷ്പാഭം, അതായത് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ചമ്പക പുഷ്പത്തിന്റെ ശോഭയോട് കൂടിയിട്ടുള്ള മൂക്ക് കൊണ്ട് വിരാജിക്കുന്നവർ. അതെന്താണ് ചമ്പകപ്പൂവ് എന്ന് എടുക്കാൻ കാരണം? അതേപോലത്തെ പലതും ഉണ്ടാവും. പക്ഷെ മൂക്ക് എന്ന് പറയുന്നത് ഘ്രാണമാണ്, വാസനിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതിന്റെയും വാസനയാണ്, നമുക്ക് വാസന കുറച്ച് ഹഠാതെ ആകർഷിക്കുന്നത്. ഒരു പൂവ് നല്ല മനോഹരമായ പൂവാണെങ്കിൽ അതിന് വാസനയില്ലെങ്കിൽ അത്രയും നമുക്കൊരു ഇതുണ്ടാവില്ല, ആ സൗന്ദര്യം നമ്മൾ പക്ഷെ ആ പൂവിന് നല്ല സുഗന്ധവും കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പറയാറുണ്ട് സ്വർണം എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വർണം ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല. അതിന് പലതരത്തിലുള്ള അലങ്കാരങ്ങൾ, ആഭരണങ്ങളായിട്ട് പലതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതിന്റെ മൂല്യവും വലുത്. എന്നാൽ സ്വർണത്തിന് സുഗന്ധവും കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ മഹാത്മാക്കൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ മൂല്യം എത്ര ഇരട്ടിയാകും. അപ്പൊ അതുപോലെ ഏറ്റവും സുഗന്ധമുള്ള, ഒരുപാട് സുഗന്ധമുള്ള പുഷ്പങ്ങളുണ്ട്. ചമ്പകപ്പൂവിന്റെ സുഗന്ധം പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കച നമ്മൾ പഠിച്ചതാണ്. അമ്മയുടെ തലമുടിയിൽ അലങ്കരിച്ചിരിക്കുന്ന ആദ്യത്തെ പൂവ് ചമ്പക. ഇത്രയും സുഗന്ധാണ്. ആ ചമ്പകത്തിന് സുഗന്ധം വന്നത് അമ്മയുടെ തലമുടിയുടെ സുഗന്ധം സ്വീകരിച്ചിട്ടാണോ, അതേ ചമ്പകത്തിന്റെ സുഗന്ധമാണോ അമ്മയ്ക്ക് തലമുടിക്ക് വന്നത്? അതൊക്കെ കവികള് ഒരുപാട് കീർത്തിക്കാറുണ്ട്, സ്തുതിക്കാറൊക്കെ ഉണ്ട്, ഉപമിക്കാറുണ്ട്. ഇവിടെ മൂക്കായതുകൊണ്ട് അവിടെ സുഗന്ധത്തിനും കൂടെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഏറ്റവും വിടർന്ന, ഇപ്പം കൂടെ വിടർന്ന വടിവത്ത ചമ്പകപ്പൂവിന്റെ ആഭ എന്ന് പറയുമ്പോൾ ഇവിടെ അതിന്റെ ശോഭയും അതിന്റെ സുഗന്ധവും കൂടെ കണക്കാക്കണം. അങ്ങനെ നവചമ്പകമായിട്ടുള്ള, അല്ലെങ്കിൽ നവചമ്പക പുഷ്പത്തിന്റെ ആഭയോട് കൂടിയ നാസാദണ്ഡം കൊണ്ട് വിരാജിക്കുന്നവൾക്ക് നമസ്കാരം. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യം നമ്മള് കിരീടം കണ്ടു, തലമുടി കണ്ടു, നെറ്റി കണ്ടു, നെറ്റിയിലെ പൊട്ട സിന്ദൂര പൊട്ടി ഒക്കെ കണ്ടു, നമ്മൾ സീമന്തരേഖ കണ്ടു, വളഞ്ഞ പുരുകക്കൊടി കണ്ടു, അതുപോലെ അതിശോഭയുള്ള വെട്ടിത്തിളങ്ങുന്ന ചലത്തുക്കളായിട്ടുള്ള മത്സ്യങ്ങളെ പോലെയുള്ള കണ്ണുകൾ കണ്ടു. അതിന്റെ ആ ഒരു കൂടെ പറയുന്നു അതിമനോഹരമായ ഏറ്റവും പുതിയ ചമ്പകപ്പൂവിന്റെ ആകൃതിയോടും സുഗന്ധത്തോടും കൂടിയ അമ്മയുടെ മൂക്കിന്. അപ്പൊ മൂക്കെന്ന് പറയുമ്പോൾ ചമ്പകപ്പൂ കാണാനല്ല ഇവിടെ, ആ ചമ്പകപ്പൂവിന്റെ ആകൃതി മൂക്കിന് ഏറ്റവും ചേരുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് വശന്യാദി വാഗ്ദേവതമാര് നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത എന്ന് പറയുന്നത്.
അമ്മയുടെ മൂക്കായി. ഇനി എന്താ, മൂക്ക് കണ്ടാൽ ഈ മൂക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നവം എന്ന് അവിടെ പ്രയോഗിക്കുക? പുതിയത് എന്നുള്ളതിന് ഒരുപാട് പേരുകൾ വേറെ ഉണ്ടാവാം, പക്ഷെ ഇവിടെ നവം എന്ന് പറയുന്നതിന് 9 എന്നുള്ള അർത്ഥമൊക്കെ എടുത്തിട്ട് അതും പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൂക്കിലൂടെയാണ് പ്രാണവായു ശ്വസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചമ്പക പുഷ്പം എന്ന് പറയുന്ന ആ സുഗന്ധത്തിന്റെ അവസ്ഥ എല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ട് വേറെ താന്ത്രികമായിട്ടും ഉയർന്ന തലത്തിലേക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണത്. അത് നമുക്ക് സൗകര്യം പോലെ പിന്നീടാവാം. അങ്ങനെ മൂക്ക് കഴിഞ്ഞാൽ ആ മൂക്ക് ഏറ്റവും കൂടുതൽ ആ മൂക്ക് തന്നെ മനോഹരാണ്, പറയേണ്ട കാര്യമില്ല. സുഗന്ധപൂരിതാണ് അല്ലെ? നമുക്കൊക്കെ മൂക്കിലൂടെയാണ് ദുർഗന്ധവും സുഗന്ധവും ഒക്കെ. മൂക്ക് ശരിക്കും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയാ അല്ലെ? ആ മൂക്ക് കുറച്ചും കൂടെ സൗന്ദര്യമാവാൻ വേണ്ടി പ്രത്യേകിച്ചെന്നല്ല, സ്ത്രീകൾ ആ മൂക്കിനെ വീണ്ടും അലങ്കരിക്കും. സാക്ഷാൽ ഭട്ടാരിക ആയതുകൊണ്ട് അമ്മയ്ക്ക് അത് അത്യാവശ്യമാണ്. സർവാലങ്കാര വിഭൂഷിതയായിട്ടിരിക്കേണ്ടവളാണ്. അപ്പൊ അവിടെ നമ്മൾ ധരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ധരിക്കുന്നതാണ് മൂക്കുത്തി. ചിലരൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അന്തർജനങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കൊന്നും മൂക്കുത്തി കുത്താറില്ല നമ്മള്, അതൊക്കെ പരദേശ സമ്പ്രദായം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സാക്ഷാൽ മഹാദേവി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മൂക്കുത്തി. ആ ദേവി തുല്യമായിട്ട്, ദേവിക്ക് പ്രിയയായിട്ട് അല്ലെങ്കിൽ ദേവി ഭക്തയായിട്ടൊക്കെ ജീവിക്കുന്ന ഏത് സ്ത്രീക്കും അമ്മ എന്നുള്ള ഭാവത്തിലെ ശിവം ഭൂത്വാ ശിവം യജേൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അഹമിത്യേവ വിഭാവയെ മഹേഷ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അമ്മയുടെ സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മൂക്കുത്തി കുത്തുന്നത് തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മൂക്കുത്തിയെ കുറിച്ചിട്ടാ പറയുന്നത്. മൂക്കിനെ കുറിച്ച് പറഞ്ഞ് ആ മൂക്കിനെ മനോഹരമാക്കുവാൻ വേണ്ടി ആ മൂക്കുത്തി പലതരത്തിലുണ്ട്. കൃഷ്ണൻ പോലും ധരിച്ചിട്ടുണ്ട്. രാജകീയമായിട്ടുള്ള രാജ്ഞിമാരുടെ മൂക്കുകളില് പണ്ടത്തെ രാജ്ഞിമാരുടെ ഫോട്ടോ ഒക്കെ നോക്കി അറിയാം. നമ്മളൊക്കെ സാധാരണ ചെറിയ കാണാൻ ഒരു കടുകുമണി പോലെ ഒരു ചെറിയൊരു ഡയമണ്ട് എന്തെങ്കിലും ഒന്ന് സ്ത്രീകൾ കുത്തും. പണ്ട് അങ്ങനെയൊന്നും അല്ല. ആ മൂക്കുത്തി കൊണ്ട് തന്നെ വലിയ മൂക്കുത്തി, ചെറിയ മൂക്കുത്തി താഴെ ആ മൂക്കിന്റെ പാലവും അതും തുളച്ചുകൊണ്ട് അവിടെ താഴത്തോട്ട് ആ ചുണ്ടിന്റെ മേൽചുണ്ടിന്റെ നടുക്കായിട്ട് തൂങ്ങുന്ന രീതിയിലുള്ള മൂക്കുത്തി, തൂങ്ങിക്കിടക്കുന്നത്, ഒട്ടിയിരിക്കുന്നത്, റൗണ്ടായിട്ടുള്ളത് ഭഗവതിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മൂക്കിന് ശോഭ കൊടുക്കുക. ആ മൂക്കിന് ശോഭ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂക്കിനാണോ ശോഭ എന്ന് വെച്ചാൽ അല്ല, മുഖത്തിന് ശോഭ വരാണ്. ആ മൂക്ക് അത്രയും മനോഹരാണെങ്കിൽ മാത്രമേ മൂക്കുത്തി കുത്തിയിട്ടും കാര്യമുള്ളൂ. അതിനെക്കുറിച്ച് പറയാണ്, താരാകാന്തി തിരസ്കാരിനാസാഭരണഭാസുര. ഇവിടെ അമ്മ വിരാജിത എന്ന് പറഞ്ഞു. ഇവിടെ ഭാസുര പ്രകാശിക്കുന്നവളാണ്. ഭാസത്തെ പ്രകാശിക്കുക. ആ പ്രകാശിക്കുന്നവൾക്ക് നമസ്കാരം. എന്തുകൊണ്ട് പ്രകാശിക്കുന്നു? ആഭരണ ഭാസുര, ഏതോ ഒരു ആഭരണം ധരിച്ചിട്ട് അതിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുകയാണ് അമ്മ. അപ്പൊ എന്ത് ആഭരണമാണ്? നാസാഭരണ ഭാസുര. നാസം എന്ന് വെച്ചാൽ മൂക്ക്, നാസാഭരണം മൂക്കുത്തി. നമ്മൾ ഉദ്ദേശിക്കുന്ന മൂക്കുത്തി മാത്രമല്ല, വലിയ സാക്ഷാൽ മഹാദേവിയുടെ ഷോഡശോപചാര പൂജയിലെല്ലാം അമ്മയുടെ കിരീടം, നവമണി മകുട്ടം തുടങ്ങി താഴോട്ട് രസിക്കേണ്ട ക്രിയകളൊക്കെ ശ്രീചക്ര പൂജ പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഓരോ ചെറിയ ആഭരണം പോലും പ്രത്യേകമാണ് ഭഗവതിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ അമ്മ ഏതൊക്കെ തരത്തിലുള്ള മൂക്കുത്തിയാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മ മൂക്കുത്തി കൊണ്ട് ശോഭിക്കാന്ന് വെച്ചാൽ അമ്മയുടെ മുഖം പൊതുവേ ശോഭയാണ്. കാരണം ഐശ്വര്യ സമുദ്രമാണ്. അതിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളുണ്ട് അല്ലെ? അതിനെ മനോഹരമാക്കുന്ന മൂക്കുണ്ട്. പക്ഷെ അത് മുഖത്തിന്റെ നടുക്കായതുകൊണ്ട് അവിടെ വെട്ടിത്തിളങ്ങുന്ന അതിശോഭയാർന്ന ഒരു ആഭരണം ഇട്ടാൽ മുഖം മുഴുവനും ശോഭായമാനമാകും. അതായിരിക്കാം. അപ്പൊ അമ്മ പ്രകാശിക്കുന്നു നാസാഭരണം കൊണ്ട്. അമ്മ മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. ആ മൂക്കുത്തിയുടെ ശോഭ കൊണ്ട് അമ്മ പ്രകാശിക്കുന്നു. അങ്ങനെ മാത്രാണോ? അതിനൊരു വിശേഷണം. ആ നാസാഭരണം സാധാരണ കടയിൽ പോയിട്ട് ഭീമ ജ്വല്ലറിയോ അല്ലെ ഏതെങ്കിലും ജ്വല്ലറിയിലൊക്കെ പോയിട്ട് മേടിച്ച് അവര് പറഞ്ഞ് ഇട്ട ചെറിയൊരു മൂക്കുത്തിയാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള മൂക്കുത്തിയാണോ, അല്ലെ? ഇപ്പോ 3, 4, 5 ഡയമണ്ട് ഒക്കെ വെച്ച് നടുക്ക് വലിയൊരെണ്ണം വെച്ച് വലിയ രീതിയിലൊക്കെ മൂക്കുത്തിയുടെ തമിഴ്നാട്ടിലൊക്കെ ധാരാളം. അങ്ങനെ മൂക്കുത്തിയാണോ? അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ അമ്മ ഇടുന്ന മൂക്കുത്തിയാണ്. നമ്മുടെ അനേകം കോടാനുകോടി അമ്മമാരുടെ അമ്മയായ, എന്നാൽ നിത്യ യൗവന യുക്തയായ, എപ്പോഴും
സൗന്ദര്യവതയായ അല്പം പോലും വാർദ്ധക്യം ബാധിക്കാത്ത ആ അമ്മ ധരിച്ചിരിക്കുന്ന മൂക്കുത്തി സാധാരണ മൂക്കുത്തി ആവാൻ വഴിയില്ല. ഇവിടെ പറയുന്നു നാസാഭരണ ഭാസുര. പക്ഷെ ആ നാസാഭരണം എന്തോ മൂക്കിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവിടെ ശോഭിച്ചുകൊണ്ട് മറ്റെന്തോ ചെയ്യുന്നുണ്ട്. അതെന്താണ്? തിരസ്കാരി നാസാഭരണ ഭാസുര. തിരസ്കരിക്കുകയാണ്. എന്താണ് തിരസ്കരിക്കുക? തള്ളിക്കളയാ. വേണ്ട, എനിക്ക് വേണ്ട, ഇത് നിനക്ക് വേണോ? എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തിരസ്കരിച്ചു എന്ന് പറയാറില്ല. അപ്പോ എന്തിനെയോ തിരസ്കരിച്ചുകൊണ്ട് ശോഭിക്കുക. തനിക്ക് ശോഭിക്കാൻ വേണ്ടിയിട്ട് തിരസ്കരിക്കുകയാണോ, തിരസ്കരിച്ചുകൊണ്ട് ശോഭിക്കുകയാണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. കാരണം ഇതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ഈ എന്തിനെയോ തിരസ്കരിക്കാൻ വേണ്ടിയിട്ടാണോ മൂക്കുത്തി ശ്രമിക്കുന്നത്, അതേ മൂക്കൂത്തി തിരസ്കരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കണം. അത്രയും വളരെ വളരെ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധയോടെയാണ് വൈശന്യാദി വാഗ്ദേവതമാരുടെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ നാസാഭരണ ഭാസുരയാണ്, മൂക്കൂത്തി കൊണ്ട് ശോഭിക്കുന്നവളാണ്. ആ നാസാഭരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആ ഭാസുര, ആ പ്രകാശിക്കുന്ന അവസ്ഥ എന്താണ്? ഇത്രയും പ്രകാശം, അങ്ങനെ പ്രകാശമുണ്ട്. എത്രയോ പ്രകാശമുള്ള വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. ഈ അമ്മയുടെ മൂക്കുത്തി അത്ര പ്രകാശം പറഞ്ഞാൽ അത് എത്രമാത്രം പ്രകാശമുണ്ട് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരാണ് തിരസ്കാരി നാസാഭരണ ഭാസുര. അപ്പോ ശോഭിക്കുന്നത് മറ്റെന്തിനെയോ തിരസ്കരിക്കാൻ വെച്ചാൽ മറ്റേതോ ഒരു ശോഭയെ തിരസ്കരിക്കുകയാണെന്നാണ്. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ചന്ദ്രന് നല്ല പ്രകാശം, പകലായാലും ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. ചന്ദ്രൻ ഇങ്ങനെ ലയിച്ച് ഒലിച്ചു പോയിട്ടൊന്നുമില്ല. സൂര്യപ്രകാശത്തിൽ ചന്ദ്രന് പ്രഭയില്ല, പ്രകാശമില്ല, അല്ലെ? സൂര്യൻ അവിടെ ഉദിച്ചാൽ ചന്ദ്രൻ അവിടെ ഉണ്ടെങ്കിലും ചന്ദ്രന്റെ പ്രകാശം നമുക്ക് കാണാൻ തന്നെ പറ്റില്ല, ഒട്ടും പ്രകാശമില്ലാതെ. എന്നാൽ രാത്രിയില് ഇത്രയും സുഖം തരുന്നൊരു മറ്റൊന്നില്ല, നിലാവ് പോലെ. അതുപോലെ ഇവിടെ ഈ പ്രകാശം, അമ്മയുടെ മൂക്കുത്തിയുടെ പ്രകാശം മറ്റെന്തിനെയോ തള്ളിക്കളയുന്നു. അതെന്താണ്? കാന്തി തിരസ്കാരി. ഏതോ ഒരു കാന്തി, കാന്തിയുടെ ശോഭയെ തിരസ്കരിക്കുന്ന നാസാഭരണത്തോട് കൂടി ഭാസുരമായവൾ എന്നർത്ഥം. അപ്പൊ ഏതോ ഒരു കാന്തിയെ, പ്രകാശത്തെ ഇല്ലാതാക്കുന്നുണ്ട്. സൂര്യൻ ചന്ദ്രന്റെ പ്രകാശം ഇല്ലാതാക്കുന്ന പോലെയാണോ എന്നറിയില്ല. അവിടെ എന്താ പറയുന്നത്? താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ഏറ്റവും മൂക്കൂത്തിക്ക് ഏറ്റവും ഉപമ പറയാൻ പറ്റുന്നത് എന്താണ് ചോദിച്ചാൽ, മിന്നിത്തിളങ്ങണം, നമ്മുടെ കണ്ണിൽ മൂക്കൂത്തിയാണെന്ന് തോന്നണം. അത് ആകാശത്തിലെ നക്ഷത്രമാണ്, അല്ലെ? നക്ഷത്രത്തിന്റെ ആ ഒരു മിന്നല്, കൂടാനുകൂടി നക്ഷത്രങ്ങളാണ്, അല്ലെ? അതൊക്കെ ദേവിയുടെ കൂടെയുള്ള യോഗിനിമാരാണെന്നാണ് തന്ത്രശാസ്ത്രം. അപ്പൊ അങ്ങനെയുള്ള താരാകാന്തി, അവിടെ ഒരു താരം എന്നല്ല, നക്ഷത്രങ്ങളുടെ കാന്തിയെ. അപ്പൊ ഇരുട്ടായി കഴിഞ്ഞാൽ ആകാശത്തിന് മനോഹരത കൊടുക്കുന്ന, ഇത്രയും ദൂരമായിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് കാണുന്നത്, അപ്പൊ അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എത്ര പ്രകാശമായിരിക്കും. അപ്പൊ താരാകാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താര നക്ഷത്രമാണെങ്കിൽ ഉടുപൻ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ അധിപനായ ചന്ദ്രനെ പോലും അവിടെ, ചന്ദ്രൻ നന്നായിട്ടൊന്ന് ഉദിച്ചുകൊണ്ടിരിക്കട്ടെ, നക്ഷത്രങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. അങ്ങനെയും ആവാം. ഇവിടെ നക്ഷത്രങ്ങളുടെ കാന്തിയെ, അതായത് അമ്മയുടെ മൂക്കൂത്തി ഒന്ന് ശോഭിച്ചാൽ, അല്ലെ അമ്മയുടെ മുഖം ഒന്ന് വികസിച്ചാൽ, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വന്നാൽ, അമ്മയൊന്ന് നോക്കിയാൽ, നമ്മുടെ മുമ്പിൽ അമ്മ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടാൽ നക്ഷത്രങ്ങളുടെ ശോഭയൊന്നും അല്ലാതെ ആവും. അപ്പോ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കാന്തിയെ തിരസ്കരിക്കുന്ന നാസാഭരണത്തോട് കൂടി ഭാസുരയായവൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉജ്ജ്വലമായ പ്രകാശമാണ്. അതാണ് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത്. കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട ഇപ്പോഴും അടച്ചിട്ടിരിക്കുക. എന്താണ് ചോദിച്ചാൽ, പണ്ട് ഒരു കപ്പല് വഴി തിരിഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ, ശ്രീലകത്തുള്ള കന്യാകുമാരി ദേവിയുടെ മൂക്കുത്തിയുടെ പ്രകാശം കൊണ്ട് അതാണ് സ്ഥലം, തനിക്ക് എത്തേണ്ട സ്ഥലം, അവിടെ ഒരു പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞ് വഴി മാറിപ്പോയ ഒരു ചരിത്രം ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ പടിഞ്ഞാറ് നട ചിലപ്പോഴേക്കേ തുറക്കുള്ളൂ. നാസാഭരണം, മൂക്കുത്തിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അന്ന് തൊട്ട് കന്യാകുമാരി ദേവി. അതുപോലെ അത്ര പ്രകാശമാണ്. ഒരു കപ്പലിനെ പോലും വഴി തിരിച്ചുവിടാൻ പറ്റുന്ന പ്രകാശം എന്ന് പറയുമ്പോൾ എത്ര പ്രകാശമായിരിക്കും.
അങ്ങനെയുള്ള താരാകാന്തിയെ, നക്ഷത്രങ്ങളുടെ കാന്തിയെ മുഴുവനും ഇല്ലാതാക്കുന്ന രീതിയിൽ ശോഭിക്കുന്ന, മൂക്കുത്തി കൊണ്ട് ശോഭിക്കുന്ന മൂക്കോട് കൂടിയവൾ, നവചമ്പക പുഷ്പം പോലെയുള്ള ആകൃതിയോട് കൂടിയ മൂക്കോട് കൂടിയവളാണ് അമ്മ. അങ്ങനെ ആ മൂക്കും ആ നാസാഭരണവും കൊണ്ട് അമ്മയുടെ മുഖം പൊതുവെ ശോഭായമാനമാണെങ്കിലും അതിനെ കൂടുതൽ പ്രജ്വലിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായ മൂക്കും ആ മൂക്കിന്റെ അറ്റത്തുള്ള അതിമനോഹരമായി വെട്ടിത്തിളങ്ങുന്ന മൂക്കുത്തിയും കൂടിയവളാണ് അമ്മ. അങ്ങനെയുള്ളവൾക്ക് നമസ്കാരം. താരാകാന്തി തിരസ്കാരി നാസ ആഭരണ ഭാസുര. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവസാന സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത 8ാമത്തെ ശ്ലോകമാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് വ്യാഖ്യാനിച്ചു പോകണ്ട, നമുക്കങ്ങനെ ധ്യാനിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഓരോന്നും നമ്മളിങ്ങനെ കിരീടം തൊട്ട് താഴോട്ട് ഇങ്ങനെ ചിന്തിക്കാൻ വളരെ സാവധാനമാണെങ്കിൽ ഈ ധ്യാനം സ്ഥൂലരൂപം കഴിയുന്നത് വരെ ഈ മന്ത്രങ്ങളുടെ അർത്ഥം ശരിക്കും പച്ച മലയാളത്തിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ കാണാൻ ശ്രമിച്ചാൽ അനേകം മണിക്കൂറുകൾ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരുന്ന് വരുമ്പോൾ അമ്മയുടെ സ്ഥൂല രൂപത്തിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മ രൂപം കാണാൻ പറ്റും. ആ സൂക്ഷ്മ രൂപം കടന്ന് അതിനൊക്കെ കാരണരൂപത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെയും അപ്പുറത്തായിട്ട് കാരണാതീതമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നൊക്കെ മനസ്സിലാവാം. അപ്പോഴാണ് വേദാന്തത്തിലേക്ക് അവിടെ അർത്ഥം. ഇവിടെ അമ്മയുടെ കിരീടവും തലമുടിയും അമ്മയുടെ സീമന്ത സിന്ദൂരവും കസ്തൂരി തിലകവും മനോഹരമായിട്ടുള്ള തലമുടി അലങ്കരിച്ചിട്ടുള്ള ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധ്യങ്ങളെ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ച തലമുടിയും തിരുനെറ്റിയും ആ വളഞ്ഞ പുരികക്കൊടികളും വെട്ടിത്തിളങ്ങുന്ന അമ്മയുടെ കൺമിഴികളും ഒക്കെ കണ്ട് അതിന് കൂടുതൽ ശോഭ കൊടുക്കുന്ന, അല്ലെ, കണ്ണിന്റെ അടുത്ത് താരാകാന്തിയെ, നക്ഷത്രങ്ങളുടെ കാന്തിയെ പോലും വെല്ലുന്ന തിളങ്ങുന്ന ഒരു മൂക്കുത്തി മൂക്കിലിട്ടാൽ ഒന്നാമതേ പ്രകാശം, രൂപത്തിനും പ്രകാശത്തിനും സാധ്യതയേറുന്ന അതിന്റെ ഇന്ദ്രിയമായിട്ടുള്ള കണ്ണിലേക്ക് ആ പ്രകാശം അടിച്ചാൽ അമ്മയുടെ കണ്ണിന് എന്തൊരു തിളക്കായിരിക്കും. അങ്ങനെയുള്ള മൂക്കും മൂക്കുത്തിയുമുള്ള അമ്മയ്ക്ക് നമസ്കാരം. അടുത്ത് പറയുന്നു, കദംബമഞ്ജരീ ക്ലുപ്ത കർണപൂര മനോഹര താടങ്കയുകളേ ഭൂതതപനോദുപമണ്ഡല. അങ്ങനെ ഓരോരോ ഇതായിട്ട് വരികയാണ്. അടുത്ത് പറയുന്നു എന്താണ്? മനോഹര. പിന്നെ അമ്മയെ മനോഹരി, മനോഹരിക്ക് നമസ്കാരം എന്നാണ് അടുത്തത്. എങ്ങനെയാണ്? കർണപൂര മനോഹര. പൂരമനോഹര എന്നങ്ങനെ എടുക്കാൻ പറ്റില്ല. കർണപൂരം, കർണത്തെ പൂരിപ്പിക്കാം. കർണത്തെ പൂരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്മലാവാം, അല്ലെങ്കിൽ കർണത്തിന്റെ ഇപ്പത്തെ പല പല ഫാഷനൊക്കെ ഉണ്ടല്ലോ, ഇവിടം വരെ പൂക്കളെ കൊണ്ട് അലങ്കരിക്കാം, പലതരത്തിലുള്ള ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കാം. അങ്ങനെ കർണത്തെ ഇങ്ങനെ പൂരിപ്പിക്കാം, പൂർണ്ണമാക്കാം, മനോഹരമാക്കി വെക്കാം. അങ്ങനെ കർണപൂരം കൊണ്ട് മനോഹരയാണ്. അമ്മയുടെ ചെവികള്, മൂക്കിങ്ങനെ കഴിയുമ്പോൾ നമ്മൾ നേരെ ഈ സൈഡിലേക്കാണ് പോവാ. ചെവികൾ ഇങ്ങനെ പൂരിപ്പിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കുക വെച്ചാൽ ചേർത്ത് വയ്ക്കുക എന്നാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒഴിഞ്ഞു കിടക്കാതെ അവിടെ എന്തോ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ സൗന്ദര്യമായി, മനോഹരിയായി. എന്താണ്? ക്ലുപ്തമാണ്, ചേർത്തു വെച്ചതാണ്. എന്താണ്? മഞ്ജരി ക്ലുപ്തം. മഞ്ജരി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുല എന്നർത്ഥം. മഞ്ജരി കുല. ഇപ്പം പൂങ്കുല എന്ന് തന്നെ പറയാം. പൂക്കളുടെ ഒരു പൂവല്ല, ഒരുപാട് പൂക്കൾ ഇങ്ങനെയുള്ള കൊലയോട് കൂടിയിട്ടാണ്. ഇപ്പം അതിന് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വിഷുക്കണിക്ക് നമ്മൾ വെക്കുന്നതായിട്ടുള്ള, അല്ലെ, കൊന്നപ്പൂവ് ഒരു കുലയാന്ന് പറയാം. ഓരോ പൂവായിട്ട് വെക്കാറില്ല, അത് എപ്പോഴും മഞ്ജരിയായിട്ടാണ് വെക്കുക. ഇവിടെ കദംബ മഞ്ജരിയാണ്, കദംബ വൃക്ഷം. അതിപ്പോ എങ്ങനെ കാണിച്ചു തരാന്ന് അറിയില്ല. അമ്മ വാസിക്കുന്ന കദംബ വനവാസിന്യൈ നമഃ എന്നമ്മയ്ക്ക് പേരുണ്ട്. കദംബിൻ വൃക്ഷം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ മനസ്സിലാവും. അത്ര മനോഹരമാണ്. ആ കദംബ വൃക്ഷത്തിന്റെ പൂക്കുല, അതിന്റെ ആ പൂവിന്റെ കുലകൾ നല്ല മനോഹരമാണ്. ആ മനോഹരമായ പൂങ്കുലകള് അമ്മയുടെ ചെവിയോട് ചേർത്ത് അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ കദംബ മഞ്ജരി, കദംബിൻ പൂക്കുല, ചെവിക്ക് മീതെ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ പുറകിൽ. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് സൗന്ദര്യം തോന്നുന്നത് അങ്ങനെ ചെയ്യാം. ചെവിക്ക് മീലെ കടമ്പ് എന്ന് പറയും. നമ്മുടെ കടമ്പ വൃക്ഷം, കദംബ വൃക്ഷം, രണ്ടൊക്കെ ഒന്ന് തന്നെ. മലയാളത്തിൽ കടമ്പ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കദംബ വൃക്ഷത്തിന്റെ പൂക്കുലകളെ കൊണ്ട്
ചെവിയുടെ മീതെ അലങ്കരിച്ച് മനോഹരമായവർക്ക് അല്ലെ മനോഹരിയായിരിക്കുന്നവൾക്ക് നമസ്കാരം. കദംബ മഞ്ജരീകൃപ്ത കർണപൂര മനോഹര. പിന്നെന്താണ്? തോടയാണ് അടുത്തത്. എന്താണ് തോട? താടങ്കയുകളെ ഭൂതതപനോടുപമണ്ഡല. താടങ്കം, തോടകം, തോട എന്നൊക്കെ പറയും. അതായത് ചെവിയിൽ അണിയുന്ന കമ്മൽ എന്നർത്ഥം, കർണാഭരണം. ഇപ്പൊ ചെവിയുടെ ഇവിടെ ഇങ്ങനെ പൂക്കുല കൊണ്ട് അലങ്കരിച്ചു എന്ന് പറഞ്ഞു. പുറകിലാണെങ്കിൽ കദംബ മറ്റേ ചമ്പക, അശോക, പുന്നാര, സൗഗന്ധിക, സർക്കജ അങ്ങനെയുള്ള കൊണ്ട് തലമുടി അലങ്കരിച്ചിട്ടുണ്ട്. ചെവിക്ക് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കദംബിന്റെ പൂക്കലുകൾ വെച്ചിട്ടുണ്ട് അല്ലെ, അതിനെ മനോഹരമാക്കാൻ. പിന്നെന്താ? മൂക്കിന് മൂക്കുത്തി പോലെ, കർണത്തിന് ചെവിക്ക് മനോഹര. ചെവി നമ്മൾ പറഞ്ഞ കർണഭേദം, അത് ആണുങ്ങൾക്കും പതിവുണ്ട്, സ്ത്രീകൾക്കും പതിവുണ്ട്. അത് അത്യാവശ്യമാണെന്ന് പറയാം. ചെവി ആകാശപ്രതീകമാണ്. ശബ്ദഗുണകം ആകാശം, ശബ്ദം ഗുണമുള്ളതൊക്കെ ആകാശമാണ്. ഇപ്പൊ അങ്ങോട്ട് കിടക്കുന്നില്ല. ഏറ്റവും പ്രധാനമാണ്. കാരണം പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും ഉള്ളതാണ്. എന്നാൽ ഒരു എത്തും പിടുത്തവും ഇല്ലാത്തതാണ്. അതിവിശാലമാണ്. കാണാൻ ഇങ്ങനെ കാണാം എന്നല്ലാതെ എന്തൊക്കെയോ പറയാം എന്നല്ലാതെ അതിനെ വിവരിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ആകാശത്തിൽ പഞ്ചഭൂതങ്ങൾ മുഴുവനുണ്ടെന്നും ആ ആകാശത്തിൽ നിന്നാണ് വായു, വായുവിൽ നിന്നാണ് അഗ്നി, അഗ്നിയിൽ നിന്നാണ് ജലം, ജലത്തിൽ നിന്നാണ് പൃഥ്വി എന്ന് പറയുന്ന എല്ലാത്തിന്റെയും തുടക്കം. അപ്പൊ അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ചെവിയെ കുറിച്ച് പറഞ്ഞാൽ, ഇന്നത്തെ രീതി ചിന്തിച്ചാൽ ആഭരണമൊക്കെ ഇടാറുണ്ടാവും. ചെവിയുടെ ഉള്ളിലെ ഒരു ലിക്വിഡ് ഉണ്ട്. അതിലല്പം കുറവോ കൂടുതലോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ ബാലൻസ് കിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. ഒരു ഗതി ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാതെ ബാലൻസ് പോയി എന്നൊക്കെ പറയാറ്. ചെവിക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് മാത്രമല്ല, ശരീരത്തിന്റെ ബാലൻസിനെ നിലനിർത്തുന്നത്. ഇവിടെ ആ ചെവിയെ വേണ്ടവണ്ണം കൊണ്ടു നടക്കാനായിട്ട് അവിടെയുള്ള ഒരു ഞരമ്പ് പൊട്ടിക്കുക എന്നുള്ളത് ശാസ്ത്രീയമാണ് എന്ന് കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് കർണഭേദം, മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം എന്ന് പറയുന്നത്. കർണത്തെ വേദിക്കുക, തുളയ്ക്കുക. അത് എവിടെയെങ്കിലും പോയിട്ടൊരു സ്ട്രാപ്പ് കൊണ്ടിരിക്കുന്ന പൊട്ടിക്കലല്ല. കൃത്യമായിട്ട് അറിയുന്ന അതിന് പറ്റിയ ഗുരുക്കന്മാരുണ്ടായിരുന്നു പണ്ട്. അത് പ്രത്യേക ഒരു മുള്ളുകൊണ്ട് പ്രത്യേകം മുഹൂർത്തം കുറിച്ച് തുളച്ച് അത് പഴുക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ പഴുക്കാൻ പറ്റില്ല ആർക്കും, വേദന എടുക്കാനും പാടില്ല. അവിടെ ഇഷ്ടം പോലെ തൂങ്ങണേ. എവിടെയൊക്കെയാണോ കുത്തി മോതിരവും കമ്മലും ഒക്കെ ഇടേണ്ടതെന്ന് ഇന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. പറ്റുന്ന സ്ഥലത്തെല്ലാം കമ്മലും മാലയിട്ട് അലങ്കരിക്കുകയാണ്, ആകെ വൃത്തികേടാക്കണം. പക്ഷെ ഇവിടെ കദംബിന്റെ പൂക്കലുകളെ കൊണ്ട് അലങ്കരിച്ച ആ കർണത്തില് താടങ്കയുകളീഭൂതം, താടങ്കയുകളീഭൂതം തപനോടുപമണ്ഡല. ഇവിടെ മണ്ഡല ശോഭിക്കുന്നു. മണ്ഡലം എന്ന് പറയുന്നതിന് ഇവിടെ ഈ ഒരു മന്ത്രത്തില് എത്ര ദിവസങ്ങൾ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത യോഗമാർഗത്തിന്റെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഇത് പറയാൻ കാരണം നിങ്ങൾ അന്വേഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 41 ദിവസം എന്നൊക്കെ നമുക്കറിയാം. വൃത്തം എന്നർത്ഥം. അപ്പൊ അതിനൊക്കെ ആധ്യാത്മികമായിട്ട് മറ്റർത്ഥം ഉണ്ട്. നമുക്ക് ഇവിടെ പറഞ്ഞ അർത്ഥം ശോഭിക്കുന്നവൾ. ഉപമണ്ഡല, ഉപമണ്ഡലമായി തീർന്നു എന്നാണോ ആൾക്കാർ ചൊല്ലുന്നതിന്റെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. അതായത് ആൾക്കാർ പലരും ചൊല്ലുന്നത് താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല. അങ്ങനെ ചെല്ലരുത്. മണ്ഡല, ഉടുപമണ്ഡല, തപനോടുപമണ്ഡല. അപ്പൊ നമ്മൾ അറിയാതെ ചെല്ലുമ്പോ താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല അങ്ങനെ ചെല്ലരുത്. താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല എന്നാണ് വേണ്ടത്. തപനൻ, ഉടുപ്പൻ. തപനൻ എന്ന് വെച്ചാൽ തപിക്കുന്നവൻ, താപം തരുന്നവൻ, സൂര്യൻ. ഉടുപ്പൻ, ഉടു നക്ഷത്രം, നക്ഷത്രങ്ങളുടെ അധിപൻ ഉടുപ്പൻ, ചന്ദ്രൻ. അപ്പൊ തപനൻ എന്ന് വെച്ചാൽ സൂര്യനും ഉടുപ്പൻ എന്ന് വെച്ചാൽ ചന്ദ്രനുമാണ്. അല്ലാതെ ഇവിടെ ഉപമണ്ഡല അല്ല. മണ്ഡല, ഉടുപമണ്ഡല, തപനോടുപമണ്ഡല, ഭൂതതപനോടുപമണ്ഡല, യുഗളീഭൂതതപനോടുപമണ്ഡല, താടങ്കയുഗളീഭൂതതപനോടുപമണ്ഡല. മണ്ഡല എന്നുള്ളതാണ് ശോഭിക്കുന്നവൾ. അതിലൊരു മണ്ഡലമായി തീർന്നു. അപ്പൊ മണ്ഡലം എന്താ? സൗരയൂഥമാണ്. അപ്പൊ സൗരയൂഥത്തിൽ മണ്ഡലമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ്, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. സൂര്യനെയും ചന്ദ്രനെയും ആശ്രയിച്ചിട്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ
സകല വർത്തമാനങ്ങളും നടക്കുന്നത്. സൂര്യോദയം, ചന്ദ്രോദയം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയും സൂര്യനെയും ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രകൃതിയും വേണ്ടവണ്ണം വളരുകയും നിലനിൽക്കുകയും തളരുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതുപോലെ ഒരു മണ്ഡലമായി തീർന്നു എന്ത് താടങ്കം ആയി തീർത്തു, അല്ലെങ്കിൽ തീർന്നു. എന്താണ് താടങ്കം? താടകം തോടകം, അതായത് കർണാഭരണം, കമ്മല്, ജിനിക്കാന്നോ എന്ത് വേണേലും പറയാം. ഇവിടെ തൂങ്ങിക്കിടക്കുന്നതാണ്, കാതിൽ തൂങ്ങിക്കിടക്കുന്നതാണ് താടങ്കം. അപ്പൊ താടങ്കമായി തീർന്നില്ല, താടങ്ക യുഗളീഭൂതമായി തീർന്നു. യുഗളീഭൂതം, യുഗളം രണ്ട്, യുഗളീഭൂതം രണ്ടായി തീർന്നത് എന്നർത്ഥം. അപ്പൊ താടങ്ക യുഗളീഭൂതമായി തീർന്ന തപനനോടും ഉടുപനോടും കൂടി മണ്ഡലയായി തീർന്നവൾ. അപ്പൊ അമ്മ മണ്ഡലയാണ്. അതിന് മറ്റൊരർത്ഥം നമുക്ക് അങ്ങോട്ട് പോകണ്ട, ശോഭിക്കുന്നവളാണ്, മനോഹരിയാണ്. എല്ലാം നമ്മൾ കണ്ടു, തലമുടി കണ്ടു, അതിലെ അലങ്കരിച്ച പൂക്കളെ കണ്ടു, കദംബിന്റെ പൂക്കളെ കണ്ടു, മൂക്കുത്തിയുടെ പ്രകാശമുണ്ട്, കണ്ണിന്റെ തിളക്കമുണ്ട്, പുരികത്തിന്റെ മനോഹാരിതയുണ്ട്, കസ്തൂരി തിലകത്തിന്റെ മനോഹാരിതയുണ്ട്, അഷ്ടമി ചന്ദ്രനെ പോലെ വിളങ്ങുന്ന തിളങ്ങുന്ന നെറ്റിത്തടങ്ങളാണ്. ആ സീമന്തരേഖയില് ആ കുങ്കുമുണ്ട്, അതുപോലെ മനോഹരമായ തിളങ്ങുന്ന കിരീടവും ചന്ദ്രക്കിലൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ ഇനിയും ഒരു പ്രകാശമാണ് നക്ഷത്രത്തിന്റെ. അതിന്റെ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളുടെ ആ ശോഭയെ തിരസ്കരിക്കുന്ന രീതിയിൽ മൂക്കുത്തി വന്നേ ചോദിച്ചാൽ അതിന്റെ പ്രഭയാണ്. ഇവിടെ ആ നക്ഷത്രത്തിന്റെ ഉടുവനെ തന്നെ, എന്നാൽ ചന്ദ്രന് പ്രകാശം കൊടുക്കുന്ന സൂര്യനെ തന്നെ പ്രപഞ്ച നിയന്താക്കളായിട്ടുള്ള അർക്കശംഭു എന്ന പേരുണ്ട് അല്ലെ. ദുർഗാ ശീതകരോ ബലി. അപ്പൊ ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ ദുർഗയും ആദിത്യൻ ശിവനുമാണെന്നൊക്കെ പറയാറുണ്ട്. ആ ശിവശക്തി സംയോഗമാണ്, അതിന്റെ അകൽച്ചയും അടുപ്പവുമാണ് പൗർണമിയും അമാവാസിയും അല്ല. അതിനെക്കുറിച്ച് അങ്ങോട്ട് പിന്നെ പറയാം. എന്തായാലും ആ സൂര്യനെ ഒരു താടങ്കമാക്കി, ചന്ദ്രനെ മറ്റേ ചെവിയിലും. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കൂ, തിളങ്ങുന്ന രണ്ട് ഗോളങ്ങളാണ് അല്ലെ. സൂര്യനെ കമ്മലാക്കിയവളാണ്, ചന്ദ്രനെ അവ യുഗളീഭൂതമായി രണ്ടാക്കി. താടങ്കം ഒരെണ്ണം പോരല്ലോ, ഒറ്റ ചെവിയിൽ ഒരിക്കലും നമ്മൾ കമ്മലിടാറില്ല. രണ്ട് ചെവിയിലും ഇടാനായിട്ട് താടങ്കയുഗളീഭൂതമാക്കി തീർത്തു. എന്റെ ചെവിക്ക് രണ്ട് കമ്മല് വേണം എന്ന് വിചാരിച്ച് രണ്ട് കമ്മല് വാങ്ങി. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെയും സൂര്യനെയും തന്റെ രണ്ട് കമ്മലുകളാക്കി ശോഭിക്കുന്നവൾക്ക് നമസ്കാരം. മണ്ഡല, ഉടുപമണ്ഡല, തപന ഉടുപമണ്ഡല, തപനോടുപമണ്ഡല, യുഗളീഭൂത തപനോടുപമണ്ഡല, താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല. താടങ്ക യുഗളീഭൂതമായി തീർന്ന തപനനാലും ഉടുപനാലും മണ്ഡലയായവൾക്ക് നമസ്കാരം നടത്താം. അതായത് അമ്മയുടെ ആ കദംബ പൂക്കളെ കൊണ്ട് അലങ്കരിച്ച, അല്ലെങ്കിൽ മറച്ച, അല്ലെങ്കിൽ ചെവിക്ക് മനോഹാരിത കൊടുത്ത ആ രണ്ട് കർണങ്ങളിൽ ഒന്നില് സൂര്യനെയും മറ്റൊന്നില് ചന്ദ്രനെയും അമ്മ ആഭരണമാക്കി, കർണാഭരണമാക്കി ഇട്ടിരിക്കുന്നു. ഈ ചന്ദ്രനെ സൂര്യനെ കുറിച്ചൊക്കെ വേറെയും ഉപമിക്കാറുണ്ട്. അതായത് അമ്മയുടെ കണ്ണുകളായിട്ട് പറയാറുണ്ട്, അമ്മയുടെ സ്തനങ്ങളായിട്ട് പറയാറുണ്ട്. ഇവിടെ കാതിലെ കർണാഭരണമായിട്ട് എടുത്തിരിക്കുന്നു. ഈ ഒരു കർണാഭരണത്തിന്റെ കഥ പറയുമ്പോ പുളിയാമ്പിള്ളി അച്ഛന്റെ കഥ നിങ്ങൾക്ക് അറിയാണ്ടാവും. ഇതിന്റെ കൂടെ അങ്ങ് പറയുമ്പോൾ ഓർമ്മ കിട്ടും നിങ്ങൾക്ക്. അദ്ദേഹത്തിന് കൗള സമ്പ്രദായമായിരുന്നു, ഭദ്രകാളിയുടെ അത്ര ഇഷ്ട ഉപാസകനായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാമായിരുന്നു. അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് വന്നാലും ഉപാസനയിൽ അദ്ദേഹം അഗ്രഗണ്യൻ, അത്രയും എത്തിയ ഒരാളായിരുന്നു പറയുന്നു. ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്ന, കാരണം അദ്ദേഹത്തിന് ഗതിയല്ല, ഭഗവതിയായി തീർത്ത ഒരാളാണ്. ഒരു അവധൂതനായിരുന്നു. പലർക്കും അറിയാം. അദ്ദേഹം ഇങ്ങനെ കുടിച്ച് ബോധമില്ലാണ്ട് കിടന്നപ്പോ എന്തോ ഒരു വിഷയത്തിൽ, മദ്യപിക്കുന്നു എന്ന വിഷയത്തിൽ രാജാവ് അത് കൽപ്പിച്ചു ഹാജരാവാൻ. അദ്ദേഹം നല്ലോണം മദ്യപിച്ച് ഉന്മത്തനായിരിക്കുന്ന സമയത്താണ് ഭടന്മാര് വന്ന് പറഞ്ഞത്. അദ്ദേഹം കുടിയൻ എന്ന ജനങ്ങൾക്ക് അറിയൂ, കുടിയനായ ഒരു നമ്പൂതിരി. അവിടെ വന്ന് പറഞ്ഞു, എനിക്കിപ്പോ വരാൻ സമയമില്ല, ഞാന് അമാവാസിക്ക് ചന്ദ്രൻ ഉദിക്കുമ്പോ വരാമെന്ന് പറഞ്ഞിട്ട്. അമാവാസിക്ക് ചന്ദ്രനേ ഇല്ല. സൂര്യനും ചന്ദ്രനും ഒന്നായി തീർന്ന്, അമ്മയും അച്ഛനും ഒന്നായി തീർന്ന പ്രപഞ്ചം ലയിക്കുന്ന പ്രളയ ദിവസമാണ് അമാവാസി.
ആ അച്ഛനിൽ നിന്നും അമ്മ വിടർന്ന് ഏറ്റവും ശക്തിയോടുകൂടി ആ സൂര്യന്റെ പ്രകാശം സ്വീകരിക്കുന്ന 7ാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് പൂർണ്ണ പ്രകാശം പൗർണമിയാണ്. അപ്പൊ പൗർണമിക്ക് ചന്ദ്രൻ ഉദിക്കും. മറ്റെല്ലാ തിഥികളിലും ഉദിക്കുമെങ്കിലും ചന്ദ്രൻ ഉദിക്കുന്നത് ഒരിക്കലും ഉദിക്കാത്ത പ്രപഞ്ച നിയമമാണ് അമാവാസിയുടെ അന്ന് ചന്ദ്രൻ ഉദിക്കുക. ഭടന്മാർക്ക് മനസ്സിലായി രാജാവിനെ കളിയാക്കിയതാണ്. എന്നാലും രാജാവിനോട് പറഞ്ഞു. രാജാവിന് ദേഷ്യമൊക്കെ വന്നു. പക്ഷെ രാജാവ് പറഞ്ഞു, എന്തായാലും നമ്പൂരിപ്പാട് പറഞ്ഞതല്ലേ, ഒരവസരം കൊടുക്കാം, അമാവാസി വരെ കാത്തിരിക്കാം. ചന്ദ്രൻ ഉദിച്ചോ എന്തായാലും ഉദിക്കില്ല എന്ന് ഉറപ്പാ, ശിക്ഷ എന്തായാലും നമുക്ക് കൊടുക്കാലോ, ഒരു ബ്രാഹ്മണനല്ലേ ഇതൊക്കെ പറഞ്ഞ്. അമാവാസി ആയപ്പോ ഇദ്ദേഹം ഓർമ്മ വന്നു. രാജാവ് നോക്കിയപ്പോ ഇന്ന് വരേണ്ടതല്ലേ നമ്പൂരിപ്പാട്. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നു. കൂരാകൂരി ഇട്ടത്ത് രാജകൊട്ടാരത്തിൽ എത്തിയിട്ടുള്ള പുളിയാമ്പള്ളി നമ്പൂരിപ്പാട് ചോദിച്ചു, അമാവാസിക്ക് ചന്ദ്രൻ ഉദിക്കാന്ന് പറഞ്ഞിട്ട് ഉദിക്കുമ്പോ വരാന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്, ഇന്ന് അമാവാസിക്ക് എവിടെ ചന്ദ്രൻ എന്ന് ചോദിച്ച സമയത്ത് ആ നമ്പൂരിപ്പാട് അദ്ദേഹം പറഞ്ഞു, ആകാശത്തേക്ക് അങ്ങ് നോക്കിക്കോളൂ, കാണാം എന്ന് പറഞ്ഞു എന്നാണ്. കൂരാകൂരിലിട്ട് ഒരു നക്ഷത്രം അത്രയും അമാവാസ്യയാണ്, ഇരുട്ടാണ്. ആകാശത്തേക്ക് നോക്കിയപ്പോ 2 ചന്ദ്രനായിരുന്നു എന്നാണ്. രാജാവ് പരിഭ്രമിച്ചു പോയി. എന്തെങ്ങനെ അമാവാസിക്ക്, അല്ലെങ്കിൽ തന്നെ ഒരു പൗർണമിക്ക് പൂർണ്ണ ചന്ദ്രനാണ്, ഒരു ചന്ദ്രനുള്ളൂ. ഇത് ഒരിക്കലും ചന്ദ്രൻ ഉദിക്കില്ല എന്ന് ഉറപ്പുള്ള ആ ദിവസം, അമാവാസി ദിവസം 2 ചന്ദ്രനെ ആകാശത്ത് രാജാവ് കണ്ടു. ഭഗവതി തന്റെ ഭക്തന് വേണ്ടി, മകനെ പോലെ സ്നേഹിക്കുന്ന പുളിയാമ്പള്ളി നമ്പൂരിപ്പാടിന് വേണ്ടി തന്റെ 2 കർണകുണ്ടലങ്ങൾ പ്രദർശിപ്പിച്ചു ആകാശത്ത്. ആലോചിച്ചു നോക്ക്. ഇപ്പൊ ചന്ദ്രനും സൂര്യനും, ഇവിടെ ചന്ദ്രനെ കാണിച്ചത്, എന്നാലും ഞാൻ പറഞ്ഞപ്പോ ഓർമ്മ വന്നതാണ്, പറയാൻ ഉദ്ദേശിച്ചതല്ല. അപ്പൊ അമ്മയുടെ 2 കർണകുണ്ടലങ്ങൾ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനെ മുഴുവനും നയിക്കുന്ന ആകാശപ്രതീകമായിട്ടുള്ള, ആകാശത്ത് കാതിൽ ശ്രവണപുടങ്ങളിൽ ആകാശമാണ്, ശബ്ദ ഗുണകം ആകാശം. ആകാശത്തിൽ ഉള്ള സൂര്യനും ആകാശത്തിലുള്ള ചന്ദ്രനും അമ്മ കർണകുണ്ടലങ്ങളാക്കി ഇട്ടിരിക്കുന്നതാണ് എന്ന് വേണം ചിന്തിക്കാൻ. ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുമ്പോഴും ചന്ദ്രൻ പ്രകാശിക്കുമ്പോഴും അമ്മയാണ് പ്രകാശിക്കുന്നത്. കാരണം അമ്മയുടെ 2 കുണ്ടലങ്ങളാണ് ഇവിടെ ഈ കാലത്തെ നയിക്കുന്നത്. അമ്മ പോലുമല്ല, അമ്മ അറിയുന്നേ ഇല്ല. അമ്മ ഇട്ടിരിക്കുന്നു. നമ്മളൊക്കെ കാതിൽ എന്നും മാറിയിടും, പുതിയതിടും, പഴയതിടും, അല്ലെങ്കിൽ ചിലപ്പം കമ്മലിടില്ല. ഇപ്പൊ താലി വരെ ആൾക്കാർ ഇടുന്നത് ഇഷ്ടമാണ്. അതൊരു ഫാഷനാക്കി താലി മാറ്റി ഒഴിഞ്ഞ കഴുത്തായിട്ട് നടക്കുകയാണ് നമുക്കൊക്കെ ഇഷ്ടം. പണ്ട് മുത്തശ്ശിമാരും അച്ഛനും വല്യച്ഛനും ഒക്കെ പറയും, ഒഴിഞ്ഞ കഴുത്തായിട്ട് പെൺകുട്ടികൾ നടക്കരുത് പറയും. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അഹമിത്യേവ വിഭാവേ മഹേഷിയും എന്നുള്ള ആ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോ ആലോചിച്ച് നോക്കൂ, അമ്മയുടെ സൂര്യനെ എടുത്ത് അമ്മ ചെവിയിൽ അണിഞ്ഞു, ചന്ദ്രനെ എടുത്ത് അമ്മ ചെവിയിൽ അണിഞ്ഞു എന്നുള്ളതല്ല അവിടെ, അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. അമ്മയുടെ കാതിൽ മനോഹരമായിട്ട് ആടി വിലയുന്ന 2 സ്വർണകുണ്ടലങ്ങൾ മാത്രമാണ് ഈ സൂര്യനും ചന്ദ്രനും. ആ സൂര്യനും ചന്ദ്രനുമാണ് ഈ കാണുന്ന മിഥ്യ എന്നൊക്കെ ശങ്കര ഭഗവത്പാദർ പറഞ്ഞ് പ്രപഞ്ചത്തെ നയിക്കുന്ന 2 ഗോളങ്ങൾ. ആ ചന്ദ്രനും സൂര്യനും ഒക്കെ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ കർണത്തിലെ വെറും കുണ്ടലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ശോഭിക്കുന്നു എന്ന് വെച്ചാൽ അമ്മയുടെ മുഖവും അവിടെ മൊത്തം ശോഭിക്കുന്നു വെച്ചാൽ അമ്മയെ പ്രപഞ്ചമാണ്. അതുകൊണ്ടാണ് അവിടെ മണ്ഡല എന്ന് പറഞ്ഞത്. കാരണം എന്താണ് മണ്ഡലം? 41 ദിവസമാണല്ലേ മണ്ഡലം എന്ന് വെച്ചാൽ. 41 ദിവസം. ഒരു സൂര്യൻ ഒരു മണ്ഡലം കറങ്ങി വരാൻ ഒരു വർഷം 365 ദിവസം വേണം. 30 ദിവസം വെച്ച് മിനിമം. എന്നാൽ ചന്ദ്രൻ അത്രയും വേണ്ട. നക്ഷത്രം എത്രയുണ്ട്? 27 നക്ഷത്രമേ ഉള്ളൂ. മറ്റത് 30 ദിവസമാണ്. അപ്പൊ 27 നക്ഷത്രത്തിന് 12 കൊണ്ട് കുടിച്ചാൽ മനസ്സിലാകും. ഒരേ സമയം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ചാക്രവ വ്യൂഹത്തില് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് പുറപ്പെട്ട് ഈ മണ്ഡലം മുഴുവൻ ചുറ്റി ഇപ്പം മേടത്തിന് പുറപ്പെട്ട മീനം കഴിയുന്നവരെ വരുമ്പോഴത്തേക്കും 365 ദിവസമാകുന്നു. അതേ സമയത്ത് 324 ദിവസമായിട്ട് ചന്ദ്രനും കറങ്ങുന്നു. അപ്പൊ ഈ 41 ദിവസമാണ് അതിന്റെ ഇടയ്ക്കുള്ളത്. 365 എന്ന് കുറച്ചാൽ മനസ്സിലാവും. അപ്പോ സൂര്യന്റെ ആ പ്രയാണത്തിലും ചന്ദ്രന്റെ പ്രയാണത്തിനിടയ്ക്ക് പ്രയാണമൊന്നുമില്ലാതെ സൂര്യൻ ബാക്കി വെച്ചിട്ടുള്ള കുറെ നിമിഷങ്ങൾ ചേർന്ന, കുറെ മിനിറ്റുകൾ ചേർന്ന, മണിക്കൂറുകൾ ചേർന്ന, ദിവസങ്ങൾ ചേർന്ന ഒരു മണ്ഡലമാണ്. ഒരു വൃത്തം വേറെ കിടപ്പുണ്ട്. അതാണ് മണ്ഡലം. 41 ദിവസം.
കാരണം ശബരിമലയ്ക്ക് പോകുന്നത് മാത്രമല്ല 41. പണ്ടൊക്കെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 41 ദിവസം വ്രതം എടുക്കുക എന്നൊക്കെ തന്ത്രിമാര് പറയാറുണ്ട്. ആ വ്രതം എടുക്കുന്നത് ഒരു ദിവസമായിരിക്കാം. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ സൂര്യനും പ്രപഞ്ചത്തിലെ ചന്ദ്രനുമാണ് ഇവിടെ ഭൗതികമായിട്ടുള്ള എല്ലാ ചലനങ്ങളെയും നയിക്കുന്നത്. അതിനിടയിലൂടെ സൂത്രത്തിൽ പോകാനുള്ള ഒരു വഴിയുണ്ട്. അത് നേരെ മോക്ഷത്തിലേക്കാണ്, ഈശ്വരീയമാണ്. മറ്റതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന മിഥ്യയാകുന്ന ജഗത്തിൽ കറങ്ങുമ്പോഴാണ് ഈ സൂര്യൻ ചന്ദ്രന് വരുന്നത്. അതിനിടയില് സൂര്യൻ പോയിട്ട് ചന്ദ്രൻ വരുന്നതിന് മുമ്പ് സൂര്യൻ ജീവനാണ്, ചന്ദ്രൻ മനസ്സാണ്. അപ്പൊ ജീവനും മനസ്സും ആയിട്ടുള്ള ബന്ധത്തില് ജീവൻ മനസ്സിനെ ഉൾക്കൊള്ളാവുന്നോട്ട് ഉൾക്കൊണ്ടിട്ട് ആ ജീവൻ മനസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതി, ചന്ദ്രനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കുറച്ച് നിമിഷങ്ങൾ ബാക്കി വച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ 41 ദിവസം എന്ന് കിട്ടും. ആ 41 ദിവസം ആണ് ശരിക്ക് ഇടാനാഡി എന്ന് പറയുന്ന ചന്ദ്രനാഡിയും പിങ്കളാനാഡി എന്ന് പറയുന്ന സൂര്യനാഡിയും അതിന് നടുവിലുള്ള സുഷുമ്ന നാഡിയും. അങ്ങനെയാണ് ഇടാ പിങ്കള സുഷുമ്ന. അതാണ് ഒരു മണ്ഡലം. അപ്പൊ ഇടാനാഡിയിലൂടെ ചന്ദ്രൻ എങ്ങനെ വരുന്നത് 324 ദിവസം കൊണ്ട് കറങ്ങുമ്പോൾ, പിങ്കളാനാഡിയിലൂടെ 365 സൂര്യൻ കറങ്ങുമ്പോൾ ഇതിനിടയിലുള്ള ജീവനായിട്ടുള്ള ശംഭു ആർക്കും അറിയാതെ വേണവർ പൊക്കോട്ടെ, നേരിട്ട് പൊക്കോട്ടെ, ഇതിൽ കറങ്ങി അങ്ങനെ കറങ്ങത്തേ ഉള്ളൂ. സംസാര സാഗരേ മഗ്ന എന്ന് പറയുന്ന പോലെ ഇതിൽ പൂർണ്ണമായിട്ടും ചന്ദ്രനെയും സൂര്യനെയും മനസ്സിനെയും ജീവനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഈ ജീവൻ മനസ്സുമായിട്ട് ഒട്ടാത്ത, ചന്ദ്രനുമായിട്ട് ഒട്ടാത്ത ഒരു വേ ഉണ്ട്. അതാണ് സുഷുമ്ന നാഡി എന്ന് പറയുന്ന മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ സഹസ്രാരത്തിലേക്ക് പോകുന്ന പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവെന്ന് പറയുന്ന ആ ശിവനിലേക്കുള്ള സൂക്ഷ്മമായിട്ടുള്ള രഹസ്യ വഴി, രഹസ്യ തുരങ്കം, അതിന് മണ്ഡലം എന്ന് പറയുന്നു. അപ്പൊ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യനെയും ഈ ചന്ദ്രനെയും ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാധാരണ വർത്തിക്കണ സമയത്ത് അതിനിടയിലായിട്ട് അമ്മ മണ്ഡലയായിക്കൊണ്ട് വ്രതയായിക്കൊണ്ട് ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ അറിയാനാണ് ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് അതിന്റെ പ്രകാശത്തിന് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ഉപയോഗിക്കാന്നല്ലാതെ ജീവനെയും മനസ്സിനെയും മാറ്റി നിർത്തിക്കൊണ്ട് പരിപൂർണമായിട്ടും അമ്മയിലേക്ക് നയിക്കണം. അതിന് ആ അമ്മയെ കാണുവാനുള്ള പ്രകാശം ചൊരിയുന്ന വെറും സ്വർണ്ണ കുണ്ടലങ്ങൾ മാത്രമാണ് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാതെ ഇന്നും ശാസ്ത്രം തോറ്റുകൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും. ആ സൂര്യനും ചന്ദ്രനും സാക്ഷാൽ ജഗദംബയുടെ ലളിതാ പരമേശ്വരിയുടെ കർണങ്ങളിലെ കുണ്ടലങ്ങൾ മാത്രമാണ് എന്ന് വശിന്യാദി വാഗ്ദേവതമാരെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ചെവി കദംബ മഞ്ജരികളെ കൊണ്ട് അലങ്കരിച്ചിട്ട് സൂര്യനെയും ചന്ദ്രനെയും അമ്മ ഇടത്തെ ചെവിയിലെ ചന്ദ്രനും വലത്തെ ചെവിയിലെ സൂര്യനുമാണ്. അത് ഒന്ന് പിങ്കളാനാടിയും ഒന്ന് ഇടാനാടിയുമാണ്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ യാത്ര. രാത്രിയും പകലും അല്ലെ, അഹസും രാത്രിയും, അഹോരാത്രം. രാത്രി ചന്ദ്രനും പകല് സൂര്യനാണ്. ആ അഹോരാത്രത്തിൽ പരിപൂർണമായിട്ടുള്ള ആ ഋഷി അകാരവും പ്രകാരവും എടുത്തു കളഞ്ഞിട്ട് ആ ശാസ്ത്രത്തിനൊരു പേരിട്ടു. അഹോരാത്രം എന്നുള്ളതിന് ആദ്യത്തെ ആ എടുത്തു കളഞ്ഞു. വാഞ്ചന്തി പൂർവാപര വർണ്ണലോപാൽ ആദ്യത്തെയും അവസാനത്തെയും വാക്കെടുത്ത് കളഞ്ഞു. അപ്പോ ആ എന്നും ത്രം എന്നുള്ള എടുത്തു കളയുമ്പോ ബാക്കി വന്നതാണ് ഹോര എന്ന് പറയുന്ന ഹോരാശാസ്ത്രം. അത് പ്രപഞ്ചത്തിന്റെ ആ ഒരു മണ്ഡലത്തിന്റെ യാത്രയുടെ ശാസ്ത്രമാണ്. അഹോരാത്രത്തിന്റെ ഷോർട്ട് ഫോം ആണ് ഹോര. ആ ഹോര എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ചേർന്നതാണ്. അതുകൊണ്ടാണ് ആ ഹോര കൊണ്ടുള്ള ജാതകവും ആ ഹോര കൊണ്ടുള്ള മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഈ സൂര്യനെയും ചന്ദ്രനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ആ സൂര്യചന്ദ്രന്മാരുടെ നമ്മുടെ ലളിതാ പരമേശ്വരിയുടെ നമ്മുടെ അമ്മയുടെ കർണങ്ങളില് ഈ പ്രപഞ്ചത്തിന് പ്രകാശം കൊടുക്കാൻ പാകത്തിന്, അമ്മയ്ക്ക് സൗന്ദര്യം കൂട്ടാൻ പാകത്തിനുള്ള ചെറിയ 2 ആഭരണം മാത്രമാണ്, കമ്മല് മാത്രമാണ് എന്ന് പറഞ്ഞ് ഈ താടങ്കയുകളി ഭൂത തപനോടുപമണ്ഡല അങ്ങനെ ഞാൻ ചൊല്ലി പഠിക്കണേ. തപനോട് ഉപമണ്ഡല എന്ന് പറഞ്ഞ ഉപമണ്ഡല അർത്ഥം മാറി. തപനോട് എന്ന് പറയേണ്ട വരും. അവിടെ ഒരർത്ഥം ഇല്ലാണ്ടാവും. തപന ഉടുപ മണ്ഡല, തപനോടുപ മണ്ഡല. അപ്പോഴാണ് സൂര്യചന്ദ്രന്മാരെ കമ്മലാക്കിയവൾക്ക് നമസ്കാരം എന്നർത്ഥം വരും. അടുത്തത് 23 മുതൽ 24 വരെ ശ്ലോകമാണ്. 9-ാമത്തെയാണ്. അത് അടുത്ത ദിവസം എടുക്കാം. ഇപ്പൊ 3:48 എന്തെങ്കിലും സംശയം ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ വല്ല ക്ലാരിഫിക്കേഷനോ അടുത്ത എടുക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചൊല്ലി വെക്കാം.
പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രമബിംബശ്രീന്യക്കാരിരധനച്ഛദ. ചൊല്ലുമ്പോ വളരെ ശ്രദ്ധിക്കണം. ഇതിൽ കൂടുതലും അന്തർജനങ്ങളും നമ്പൂതിരിമാരൊക്കെ ആയതുകൊണ്ട് തെറ്റിക്കില്ല എന്നറിയാം. ഇവിടെ പത്മരാഗശിലാദർശ, ദർശ എന്ന് പറഞ്ഞേക്കാളും ദർശ എന്ന് പറയാൻ ശ്രമിക്കാം. അതിലെ പലരുടെയും ഗ്രന്ഥത്തില് ശകാരം ഒന്നേ ഉണ്ടാവുള്ളൂ, 2 ശായാണ് ഇടേണ്ടത്. പരിഭാവിക പോലഭു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയരുത്. എങ്ങനെ തെറ്റിച്ചു ചൊല്ലുന്നത് ഞാൻ പറയാം. പത്മരാഗശിലാദർശ പരിഭാവിക പോലഭു. പരിഭാവിക പോലഭു, അങ്ങനെ ഒരു പോലെയുള്ള ഭൂവാണ്, അങ്ങനെയല്ല. ഭൂ അവിടെ വിസർഗം ശരിക്ക് വേണം. ഭൂഹു എന്ന് പറയരുത്. ഭൂ വിടലാണ്, മൂലാധാരത്തിൽ നിന്നുള്ള ഒരു തള്ളലാണ്. വിസർഗത്തിന് അത്ര ശക്തിയാണ്. ഭൂ ദീർഘമായിട്ട് വിട, ദീർഘവിസർഗാണ്. ഭൂ കപോലഭൂ എന്ന് വേണം. അതുകൊണ്ട് പോലഭൂ അല്ല, കപോലഭൂ. എങ്ങനെയാണ്? പരിഭാവി കപോലഭൂ, ആദർശ പരിഭാവി കപോലഭൂ, ശിലാദർശ പരിഭാവി കപോലഭൂ, രാഗശിലാദർശ പരിഭാവി കപോലഭൂ, പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ. പക്ഷെ നിർത്താൻ പാടില്ല. പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ എന്ന് തന്നെ ചൊല്ലാം. അല്ലാണ്ട് പരിഭാവി കപോലഭൂ എന്ന് ചൊല്ലാതിരിക്കാം. അതിനർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. പത്മരാഗ ശിലാദർശ പരിഭാവി കപോല ഭൂ. ഭൂ കപോലഭൂ, പരിഭാവി കപോലഭൂ, ശിലാദർശ പരിഭാവി കപോലഭൂ, പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ. അങ്ങനെ വേണം ആ വരി ചൊല്ലി പഠിക്കാൻ. അടുത്തത് നവ വിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതന ഛദ. ചില പുസ്തകത്തില് ദശനച്ഛദ എന്നുണ്ട്. രതനച്ഛദ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ദശനം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും വരില്ല, രതനം എന്നുള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. അവിടെ ഛദ, രതനച്ഛദ. ഞക്ക ശ്രീ ചിലർ ചെല്ലുന്ന തെറ്റെങ്ങനെയാന്ന് അറിയാമോ? നവവിദ്യമം ബിംബ ശ്രീന്യക്കാരി രതന. ശ്രീന്യക്കാരി വേലക്കാരി എന്ന് പറയുന്നത് പോലെ ശ്രീന്യക്കാരി അങ്ങനെ പറയരുത്. ഞക്കാരിയാണ്, ഞക്കരിക്ക, തിരസ്കരിക്ക എന്നർത്ഥം. ഇവിടെ ഛദ, രതനച്ഛദ, ഞക്കാരി രതനച്ഛദ, ശ്രീ ഞക്കാരി രതനച്ഛദ, ബിംബ ശ്രീ ഞക്കാരി രതനച്ഛദ, വിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതനച്ഛദ, നവ വിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതനച്ഛദ. ഇത്രയും പദം ചേർന്നപ്പോ നവവിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതനച്ഛദ എന്ന് ചൊല്ലണം. പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതനച്ഛദ എന്ന് 2 ശ്ലോകങ്ങൾ, 2 മന്ത്രങ്ങൾ ചൊല്ലാം. അതിന്റെ അർത്ഥം അടുത്ത ഞായറാഴ്ച നോക്കാം. സൗകര്യപ്പെടുമെങ്കിൽ. എങ്ങനെയാവും കാലാവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പോ 3:52 ആയി. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്താണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. എല്ലാരും ഉറങ്ങിപ്പോയോ? ഞാൻ ക്ലാസ് എടുത്ത് വെറുതെ ആയോ? നമസ്കാരം.